ഏറ്റവും വേഗതയേറിയത് എന്തിനാണെന്നറിയാമോ? ലോകത്ത് ഏറ്റവും വേഗതയേറിയത് എന്തിനാണ്? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? നമ്മൾ പറയും ഹെലികോപ്റ്റർ അല്ലെങ്കിൽ പ്ലെയിൻ, റോക്കറ്റ് എന്നൊക്കെ പറയും. ഇതൊന്നുമല്ല. ഏറ്റവും വേഗതയേറിയത് മനുഷ്യ മനസ്സാണ്. മനുഷ്യ മനസ്സിനോളം വേഗത ഒന്നിനുമില്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, പെട്ടെന്ന് ഒരു സ്ഥലം കേട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഥലം നമ്മൾ കേട്ടു, കാനഡ അല്ലെ അമേരിക്ക എന്ന് കേട്ടു. സെക്കൻഡുകൾ പോലും വേണ്ട, ഈ സ്ഥലം നമുക്ക് മനസ്സിൽ കാണുവാൻ കഴിയും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഏതെങ്കിലും പേര് കേട്ടു, ഏതെങ്കിലും വ്യക്തിയുടെ പേര് കേട്ടു, ഒരു സെക്കൻഡ് പോലും വേണ്ട, നമുക്ക് അദ്ദേഹത്തെ മനസ്സിൽ കാണുവാൻ കഴിയും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ മനസ്സിൽ കാണണമെങ്കിൽ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കാണണമെങ്കിൽ, നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ആ സ്ഥലം നേരിട്ടോ, അല്ലെങ്കിൽ ആ വ്യക്തിയെയോ ആ സ്ഥലത്തെയോ നേരിട്ടോ, അല്ലെങ്കിൽ ടി വിയിലൂടെയോ മൊബൈലിലൂടെയോ കണ്ട ഒരാളിനെ, കണ്ട ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുള്ളൂ? മനസ്സിൽ കാണുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ കാണാത്തൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിൽ കാണാൻ കഴിയില്ല, മനസ്സുകൊണ്ട് കാണാൻ കഴിയില്ല. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അത്ഭുത പ്രപഞ്ചമാണ്, ഒരു മായാ പ്രപഞ്ചമാണ്. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂ? നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂ? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയൂ? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല കേട്ടോ. ചുമ്മാ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്കെന്നല്ല, എനിക്കും കഴിയില്ല കേട്ടോ. ഉള്ളത് പറയുകയാണ്, നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത് കേട്ടോ. ഇപ്പോൾ ഒരാൾ നിങ്ങളെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചീത്ത പറയുമോ അല്ലെങ്കിൽ വഴക്ക് പറയുമോ? നിങ്ങൾ എന്ത് ചെയ്യും? വഴക്ക് പറഞ്ഞാൽ അത് മനസ്സിനെ ബാധിക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും മനസ്സിനെ ബാധിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക, ആരെന്ത് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ എന്തു പറഞ്ഞാലും നിങ്ങളെ അത് ബാധിക്കില്ല. നിങ്ങളുടെ മനസ്സിനെ അത് ബാധിക്കില്ല കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല. മനസ്സെന്ന് പറഞ്ഞാൽ അത്ഭുത ഒരു മായാപ്രപഞ്ചമാണ്. മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുന്നവരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എങ്കിലും മനസ്സെന്ന് പറഞ്ഞാൽ അത്ഭുത പ്രപഞ്ചമാണ്, അല്ലെങ്കിൽ മായാപ്രപഞ്ചമാണ്. ഈ മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാൽ 1000 കമ്പ്യൂട്ടറുകളിൽ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ മനുഷ്യ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് കേട്ടോ. മനുഷ്യ മനസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക വളരെ പ്രയാസമാണ് കേട്ടോ. വെരി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ഹ്യൂമൻ മൈൻഡ്. വളരെ പ്രയാസമാണ്. മനുഷ്യ മനസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ പ്രയാസമാണ്. കാരണം നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ങാതി ആയിരുന്നാൽ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയില്ല കേട്ടോ. മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നുമാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. സ്നേഹമായാലും ക്രോധമായാലും എല്ലാം, അല്ലെങ്കിൽ സ്നേഹം, ക്രോധം, പ്രതികാരം എല്ലാം, അസൂയ, ഇവിടെയൊക്കെ ഉത്ഭവം മനസ്സിൽ നിന്നുമാണ് കേട്ടോ. മനസ്സെപ്പോഴും, ഞാൻ വീണ്ടും പറയാം, മനസ്സെപ്പോഴും എന്തായിരിക്കണം? ആ നന്മയുടെ വിളനിലമായിരിക്കണം കേട്ടോ. നന്മയുടെ വിളനിലം, സ്നേഹം മനസ്സിലുണ്ടാകണം. നമ്മളൊക്കെ ആരാകണം? വിശാല മനസ്കരാകണം കേട്ടോ. ഞാൻ വീണ്ടും പറയാം, നാരോ മൈൻഡഡ് പേഴ്സൺസ് ആയിട്ട് എന്ത് ചെയ്യരുത്? അതപ്പതിക്കരുത്. വിശാല മനസ്കരായി മാറണം. വിശാലമായിട്ട് നോക്കിക്കാണാൻ കഴിയുന്നവരാകണം കേട്ടോ. നല്ല കാഴ്ചപ്പാടുള്ളവരായിരിക്കണം നമ്മൾ. ജീവിതത്തെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. അതുപോലെ നമ്മുടെ അധ്വാനം കൊണ്ട് വളരുവാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരുവാൻ ശ്രമിക്കണം കേട്ടോ. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ മനസ്സിന് കഴിയണം. നമ്മുടെ മനസ്സ് നല്ല ചിന്തകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണം. നല്ല ചിന്തകളുടെ ഉറവിടമായിരിക്കണം നമ്മുടെ മനസ്സ്. തെറ്റായ ചിന്തകൾക്കോ നമ്മുടെ മനസ്സിൽ സ്ഥാനം നൽകാൻ പാടില്ല. തെറ്റായ ചിന്തകളും ഒക്കെ എന്ത് ചെയ്യും? അസൂയ, അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അധപ്പതിപ്പിക്കും. അതുകൊണ്ട് അതൊന്നും പാടില്ല. നല്ല ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിനെ കൊണ്ട് നടക്കുക കേട്ടോ. നല്ല ചിന്തകളിലൂടെ മനസ്സിനെ നയിക്കുക കേട്ടോ. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയട്ടെ.